ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളക്കടല ഉപയോഗിച്ച് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. തലേദിവസം നമ്മൾ കടല വെള്ളത്തിലിട്ട് വയ്ക്കണം. കടല നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ സോക്ക് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് എല്ലാം ഇതിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് 5-6 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യുവാൻ. ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1 ടീസ്പൂൺ കിസ്മിസ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. നല്ല ഫൈൻ തന്നെ അരച്ചെടുക്കണം. സ്റ്റൗ ഓണാക്കി നമുക്ക് പാൻ വയ്ക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുക. അത് നന്നായി വഴറ്റി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അരച്ചു വെച്ച മസാല നമുക്ക് ചേർക്കാവുന്നതാണ്. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്കത് കുക്ക് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം. നന്നായി വഴറ്റി വെളിച്ചെണ്ണ തെളിയുന്നത് വരെയും പാനിൽ നിന്നും വിട്ടുവരുന്നത് വരെയും കുക്ക് ചെയ്യുക. വേവിച്ച കടലിൽ നിന്നും നമുക്ക് ഒരു 2 ടീസ്പൂൺ നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ചൂട് നന്നായി ആറിയതിന് ശേഷം ഇത് അരച്ചെടുക്കുക. മസാല നന്നായി കുക്കായി കഴിഞ്ഞു. ആ പച്ചമണമെല്ലാം മാറി ഈ പാനിൽ നിന്നും വിട്ടുവരുന്ന പരുവത്തിൽ നമ്മൾ വേവിച്ച് വെച്ച കടല ചേർക്കുക. കടല നന്നായി മസാലയിൽ യോജിപ്പിക്കുക. മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അരച്ച കടല നമുക്ക് ചേർക്കാം. ഗ്രേവി നല്ല തിക്കാകാനും നല്ല ടേസ്റ്റ് കൂട്ടുവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. തിളച്ചതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല ചേർക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്യുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡിയായി.
ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാം ഇത് നല്ല കോമ്പിനേഷനാണ്.